പാല് ചേച്ചിക്ക് കൊണ്ട് കൊടുത്തിട്ട് ക്യാൻ കൊണ്ട് രാമചേട്ടന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെയല്ലേ ഏട്ടാ? ഇല്ല മോളെ, പാലെല്ലാം താഴെ പോയി. ശ്രീദേവിയുടെ കയ്യിൽ ഞാൻ ആ പാല് ഏൽപ്പിച്ചപ്പോ ആ കനകദുർഗ മുത്തശ്ശി ആ പാല് തട്ടിക്കളഞ്ഞു. ഇതിനെന്തിനാ നിങ്ങൾ ഇങ്ങനെ ആശ്ചര്യപ്പെടുന്നേ? അവരങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ നിങ്ങൾ അതിശയിക്കേണ്ടുള്ളൂ. അതൊക്കെ പോട്ടെ, ആ വീട്ടിലിരിക്കുന്ന ആളുകളുടെ സ്വഭാവം അറിഞ്ഞിട്ട് പോലും ഏട്ടൻ ആ പാലും കൊണ്ട് എന്തിനാ അങ്ങോട്ട് പോയേ? ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ അവളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം സ്വന്തം വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് തന്നെയാ പോകുന്നത്. പക്ഷെ അവളെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവിനെയാണ് അവൾക്ക് കിട്ടുന്നതെങ്കിൽ ആ പെൺകുട്ടി ഭയങ്കര ഭാഗ്യവതിയായിരിക്കും. പക്ഷെ ശ്രീദേവിക്ക് അങ്ങനൊരു ഭാഗ്യം കിട്ടിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ആട്ടിൻപാല് കൊണ്ടു കൊടുത്തത്. അതെടുത്ത് തറയിൽ ഒഴിച്ചു കളഞ്ഞു നിന്റെ മുത്തശ്ശി. ആ കിളവിയോ അല്ലെങ്കിലും അങ്ങനെയാ. പ്രായം ഉണ്ടെന്നേ ഉള്ളൂ, തീരെ വിവരമില്ല. ഇനി അവര് ശ്രീദേവിയെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല ഏട്ടാ. അന്ന് അവളെ ബോക്സിംഗ് കോമ്പറ്റീഷന് കൊണ്ടുപോയപ്പോ തന്നെ അവർക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ബോക്സിങ്ങിന് പോകുന്നതിന് മുന്നേ അവരങ്ങനെ തന്നെ ആയിരുന്നല്ലോ. സാവിത്രി അമ്മ നല്ല ഗുണപാഠങ്ങൾ പഠിപ്പിച്ച് നിങ്ങളെല്ലാം നല്ല രീതിയിലാ വളർത്തിയിരിക്കുന്നത്. പക്ഷേ എന്റെ മുത്തശ്ശിയാണെങ്കിൽ ആവശ്യമില്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് പേരക്കുട്ടിയെ ഒരു വൃത്തികെട്ടവനായി മാറ്റിയിരിക്കുക. മാതാപിതാക്കളുടെ സ്വഭാവം എന്താണോ അതുപോലെ ആയിരിക്കുമല്ലോ മക്കളും വളരുന്നത്. ദേവരാജേട്ടനും വല്യച്ഛനെ പോലെ ആയിരിക്കുക. അവര് ഈ ജന്മത്തിന് നന്നാവാൻ പോകുന്നില്ല. ആവശ്യം വന്നാ അവരുടെ ആരുടെയും കണ്ണിൽ പെടാതെ വേണം ശ്രീദേവിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ. ശ്രീദേവിയെ അവർ നമ്മുടെയൊക്കെ കൺമുന്നിൽ വെച്ച് ഇത്രത്തോളം കഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളില്ലാത്തപ്പോ അവരെങ്ങനെയായിരിക്കും ശ്രീദേവിയെ കഷ്ടപ്പെടുത്തുക എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനെല്ലാത്തിനും ഒരവസാനം കാണണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. പിന്നെ ഏട്ടാ, വേറൊരു കാര്യം. സാവിത്രി അമ്മയ്ക്ക് വേണ്ടി എന്റെ മുകുന്ദൻ അമ്മാവൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തിരുന്നില്ലേ? അതെ. അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നേ ഇല്ല. ആ കേസ് പോലീസുകാർ ക്ലോസ് ചെയ്ത് മാറ്റി വെച്ചേക്കാം. അതിനെക്കുറിച്ച് എന്താ തിരക്കാത്തെന്ന് ഞാൻ അന്വേഷിച്ചപ്പോ ആരോ നല്ലൊരു പ്ലാൻ ചെയ്ത് അമ്മായിയെ എവിടെയോ മറച്ചു വെച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മയെ കാണാതായിന്നാ ഞാൻ അറിഞ്ഞത്. നമ്മുടെ ശങ്കരമാവനും അമ്മ വിവേകാനന്ദപുരത്ത് പോയി എന്നുള്ളൊരു അറിവ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം എന്താ നടന്നതെന്ന് ഒരു അറിവുമില്ല. ഭാരതി അമ്മയെ പറ്റി ആരോട് എന്ത് ചോദിച്ചാലും വ്യക്തമായിട്ടൊന്നും പറയുന്നുമില്ല. അതെ ഏട്ടാ, സാവിത്രി അമ്മ ഇപ്പോഴും എവിടെയോ ജീവനോട് തന്നെയുണ്ട്. അവരെവിടെയാണെന്ന് അറിയില്ല. പക്ഷേ ഇത്രയും നാളും പുറത്തു വരാതെ അവരെ കുറിച്ച് ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് മനസ്സിലാകുന്നേയില്ല. എന്റെ അറിവിൽ അമ്മായി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്ന കാര്യം നിങ്ങളാരും അറിയണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. അല്ലായിരുന്നെങ്കിൽ ഈ സമയം അവർ സ്വയം നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഒരു കാരണവുമില്ലാതെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല ശിവാനി. ആ കാരണം എന്താണെന്നും അതിന് കാരണമായവരാരാണെന്നും മനസ്സിലാക്കി ഈ കേസിന്റെ എൻക്വയറി എത്രയും പെട്ടെന്ന് ആരംഭിക്കണം. എന്തായാലും അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എല്ലാരും ഇലക്ഷന് വേണ്ടി പ്രചരണം നടത്താൻ തുടങ്ങിക്കോളൂ. നമുക്ക് സമയം വളരെ കുറവാ. പ്രചരണം നടത്തണമെങ്കിൽ പണം വേണ്ട ഏട്ടാ. അത്രയും പണം എവിടെ നിന്നുണ്ടാക്കാനാ? പണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മായിയുടെ പേരിലുള്ള നമ്മുടെ സാവിത്രി ഹോട്ടലിനെ പ്രചരണത്തിന് വേണ്ടിയുള്ള സ്ഥലമായി മാറ്റിയേക്കാം. അതെങ്ങനെയാ ഏട്ടത്തി? ഏട്ടാ,
സാവിത്രി അമ്മ ഹോട്ടൽ. ബമ്പർ ഓഫർ ലക്കി ചാൻസ്. ദേവിയുടെ ആയുധമായ തൃശൂലത്തിൽ ഒരു വളയിട്ടാൽ രാവിലത്തെ ആഹാരം ഫ്രീ. 2 വളയിട്ടാൽ ഊണ് ഫ്രീ. 3 വളയിട്ടാൽ 2 നേരത്തതും ഫ്രീ. അബ്ബോ, അടിപൊളി ഓഫർ ആണല്ലോ. അല്ല, ആ തൃശൂലത്തില് 2 വളയിട്ടാൽ മീൽസ് ഫ്രീ. ഇനി 3 വളയിട്ടാൽ 2 നേരത്തതും ഫ്രീയോ? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് 2 നേരത്തതും കൂടെ ഒന്നിച്ചു തരുമെന്നോ? പക്ഷെ 3 വളയും വാങ്ങണമെങ്കിൽ നിങ്ങൾ 30 രൂപ കൊടുക്കണം. ആ കണ്ടീഷൻ നിങ്ങൾ വച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ നഷ്ടത്തിലായി പോയനെ. നമുക്ക് കുറച്ച് നഷ്ടം സംഭവിച്ചാലും കുഴപ്പമില്ല രാജു. വോട്ടവകാശം ശരിയായ രീതിയിൽ വിനിയോഗിക്കാതെ ജനങ്ങൾക്ക് നഷ്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു ഓഫറുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് രാജു. അങ്ങനെയാണോ? അപ്പൊ ഈ ബമ്പർ ഓഫറിനും ഈ വരാൻ പോകുന്ന ഇലക്ഷനും തമ്മിൽ എന്താണ് ബന്ധം? ഞങ്ങളുടെ സ്കീം ഏട്ടന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പശുവിന് മരുന്ന് കൊടുക്കുന്നതും ആടിന് സൂചി വെക്കുന്നതല്ലാതെ ഡോക്ടറിന് ഇതൊക്കെ എങ്ങനെ മനസ്സിലാവാനാ? ഏയ്, എന്തിനാ ഇദ്ദേഹത്തെ കുറച്ചു കണ്ട് സംസാരിക്കുന്നത്? ഇദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം, അല്ലാതെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. അതൊന്നും കുഴപ്പമില്ലെന്നേ. ഇവരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്ക് ഫീൽ ആവില്ലെന്നേ. അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് സന്തോഷമാവുന്നുണ്ടെങ്കിൽ അതിന് ഞാനും അവരോടൊപ്പം ചേർന്ന് സന്തോഷിക്കും. രാജുവിന് മനസ്സിലായില്ലായിരുന്നോ? വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് തൃശ്ശൂലം ഓർമ്മയിലോട്ട് വരണ്ടേ? പ്രചരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ തൃശ്ശൂലം എല്ലാവർക്കും ഓർമ്മയിലേക്ക് വരാനായിട്ടാ ഇങ്ങനെ ഒരു കാര്യം ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അതെ ബ്രദർ, ഈ തൃശൂലത്തിൽ നമ്മൾ വളയിടുന്നത് പോലെ ജനങ്ങൾ ഇത് ഓർമ്മയിൽ വെച്ച് തൃശൂലത്തിന് വോട്ടിടുകയാണെങ്കിൽ ഗൗതമേട്ടന് എല്ലാവർക്കും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും. ഓഹോ, ഇപ്പോഴാണ് മനസ്സിലായത്. ഓരോ വീടുകളിലും ചെന്ന് 2 കൈയും കൂപ്പി വോട്ട് ചോദിക്കുന്നതിന് പകരം വലിയ വിജയത്തോടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ആദ്യം വയറ് നിറച്ചിട്ട് ആദ്യം ഗൗതം നാട്ടുപ്രമാണിയായാൽ പാവങ്ങളുടെ വയറ് നിറയുന്നത് പോലെ ഈ നാടിന്റെ വികസനം ഉയർന്നു വരുന്നത് പോലെ ഈ സ്കീം മുഖാന്തരം പറയുന്നു. അങ്ങനെയല്ലേ? യു ആർ റൈറ്റ് ബ്രദർ. ആ, ഇപ്പോഴാ നമ്മുടെ വഴിക്ക് വന്നത്. ഇതേപോലെ ഈ കാര്യം നമ്മുടെ നാട്ടിലുള്ളവർക്ക് മനസ്സിലായ ഗൗതമേട്ടൻ ഫുൾ മെജോറിറ്റിയിൽ ജയിച്ചിരിക്കും. ഈ ഓഫർ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഉള്ളവരെല്ലാം നിങ്ങളുടെ പുറകെ വരും, അല്ലേ സിസ്റ്റർ? മോളെ, ഇതാ 30 രൂപ. ആ വളയിങ്ങ തന്നാ ഞാൻ ഇട്ടോളാം. ശരി. പിന്നെ ചേച്ചി, ഈ കൊടി മറികടന്ന് മുന്നോട്ട് പോകാൻ പാടില്ല. ഇവിടെ നിന്ന് വേണം വളയെറിയാൻ. വനിത ചേച്ചിക്ക് ടിഫിൻ ഫ്രീ. ടോക്കൺ കൊടുത്തേക്കേട്ടാ. ഇതയച്ചി. താങ്ക് യു ഗൗതം. ടോക്കൺ താ മോളെ. കൊടുക്കേട്ടാ. ദേവിയുടെ ആയുധമായ തൃശൂലത്തില് നിങ്ങൾ വളയിടുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല പോലെ നടക്കും. തൃശൂലം ഈ നാട്ടിലുണ്ടായിരുന്ന ഒരു അപകടം ഇവിടെ നടക്കില്ല. എല്ലാവരും മനസ്സിൽ ദേവിയെ ധ്യാനിച്ച് വള എറിഞ്ഞു നോക്കൂ. ഇത്രയും നല്ല കാര്യങ്ങൾ നടക്കുമ്പോ തൃശ്ശൂല അടയാളത്തിന് നിങ്ങൾ വോട്ട് ചെയ്താ ഞങ്ങളുടെ ഗൗതമേട്ടനായിരിക്കും നാട്ടുപ്രമാണി. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ നാളെ പ്രമാണിയായതിനു ശേഷം എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് നാട് നന്നാക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേട്ടാ. ശരിയാ മോളെ. നോക്ക് ചേട്ടാ, ഞാൻ അധികാര കസേര ആഗ്രഹിച്ചോ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഇലക്ഷന് നിൽക്കുന്നത്. നമ്മുടെ ലോകം ഒരുപാട് വളർന്ന് മുന്നോട്ട് പോയിട്ടും നമ്മുടെ നാട് മാത്രം പിന്നിലാണ്. അതിനൊരു മാറ്റം വരണമെന്നാ എൻ്റെ ലക്ഷ്യം. പെൺകുട്ടികൾക്ക് ഇവിടെ ധൈര്യത്തോടെ ജീവിക്കാൻ പറ്റണം. പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരണം. ഈ നാട് മുന്നോട്ട് വരണം എന്നുള്ളത് മാത്രമായിരിക്കും എൻ്റെ ലക്ഷ്യവും. ഇത്രയും നാളായിട്ട് നമ്മുടെ നാടിനൊരു വികസനമില്ലാത്തതിന്റെ കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം. ധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്ന എന്റെ ഗൗതമേട്ടന് ഒരു ചാൻസ് നിങ്ങൾ കൊടുത്തു നോക്ക്. ഈ നാടിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റും.
എന്തൊക്കെ പറഞ്ഞാലും ഗൗതം, ആൾക്കാർ ഇത് എങ്ങനെ എടുത്താലും ഈ സ്കീം ഉണ്ടല്ലോ അത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. എന്റെ സഹോദരിമാര് സാമർഥ്യമില്ലാത്തവരാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിപ്പോ അല്ലാന്ന് ബോധ്യമായി. അവര് വളരെ സാമർഥ്യമുള്ള ആൾക്കാരാ. പൂച്ചയെ പോലെ ആണെങ്കിലും പുലിയെ പോലെയല്ലേ പ്രവർത്തിക്കുന്നത്. എന്തിനാ മുത്തശ്ശി നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നേ? നിന്റെ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണെന്ന് നീ വന്ന് നോക്ക്. ഗൗതം, ഞാൻ 3 വളയും ഇട്ടിട്ടുണ്ട്. ഇതേട്ടാ, ഇലക്ഷൻ കഴിയുന്നത് വരെ എന്റെ ഹോട്ടലിലോട്ട് വന്ന് ധാരാളം ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ. ശരി ഗൗതം. ഇങ്ങനെ എല്ലാവർക്കും സൗജന്യമായി കൊടുത്താൽ നിനക്കെന്താ കിട്ടാൻ പോകുന്നത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. 3 ദിവസത്തേക്ക് ഈ പാവങ്ങളുടെ വയറ് നിറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് മതി എനിക്ക്. 4-ാമത്തെ ദിവസം നിങ്ങൾ പട്ടിണി കിടക്കോ? ഞാൻ ജയിച്ചാൽ ഒരാൾ പോലും പട്ടിണി കിടക്കില്ല. തിരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് നല്ല വിശ്വാസത്തോടെ ഇരിക്കുകയാണല്ലേ? വയറ്റത്തടിക്കുന്നവർക്ക് ഈ സ്കീമിനെ കുറിച്ച് എന്തറിയാനാ ഏട്ടാ? ഈ സ്കീം വളരെ നന്നായിട്ടുണ്ട് ഏട്ടാ. എല്ലാവരുടെയും വിശപ്പ് മാറ്റുന്നതിനോടൊപ്പം ദേവിയുടെ അനുഗ്രഹം ഏട്ടൻ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതെ മോളെ, ഇതൊക്കെ ഇവരും ശിവാനിയും കൂടെ ചേർന്ന് ചെയ്ത പ്ലാനുകളാ. ചേച്ചിയും കൂടെ എന്തേലും ബിസിനസ് തുടങ്ങിയ ഉറപ്പായി അത് സക്സസ് ആവും. ആ പ്രിൻസിപ്പാളിനോട് ആരെന്ത് പറഞ്ഞു എന്നറിയില്ല. നിന്നെ ആ ടീച്ചർ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു. എന്തായാലും അവളൊന്നിനും പേടിക്കുന്നില്ല, കണ്ടില്ലേ? ഇപ്പൊ ലക്ഷ്മി അവളുടെ ചിന്തകളൊക്കെ മാറ്റി ഗൗതമേട്ടൻ ജയിക്കാൻ വേണ്ടി നല്ല ഐഡിയകളൊക്കെ തന്നോണ്ടിരിക്കുക. ആദ്യം കല്യാണമൊക്കെ കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ പറ. എപ്പോഴും കല്യാണം എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. ആദ്യം ഈ ഇലക്ഷനെ പറ്റി ഒന്ന് ആലോചിക്കേ. അങ്ങനെ എന്തെങ്കിലും നടന്നാലേ നിങ്ങളുടെ മകനെയും കൊച്ചുമകനെയും ഇവിടുത്തെ ജനങ്ങള് നാട്ടിൽ നിന്ന് തന്നെ അടിച്ചു ഓടിക്കും. ഏയ്, അടുത്ത നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും പണിയൊപ്പിച്ചാലേ പിന്നെ തനിക്കിവിടെ കാലുകുത്താൻ പറ്റില്ല. നിങ്ങളെ പറ്റി എനിക്ക് അറിയാൻ പാടില്ലേ? 30 രൂപ കൊടുത്ത് 3 വള വാങ്ങിച്ചേ. വള എറിഞ്ഞു നോക്ക് മുത്തശ്ശി, വല്യച്ഛൻ ജയിക്കോ ഇല്ലോ എന്നുള്ളത് നമുക്ക് അറിയാലോ. വള അതിലിട്ട ഭക്ഷണവും ഫ്രീ ആയിട്ട് കിട്ടും. പ്രായമായതുകൊണ്ട് മുത്തശ്ശിക്ക് 1+1 ഓഫറിന് മേലെ ഒരു പ്ലേറ്റ് എക്സ്ട്രാ കൊടുക്കാം. ഞാനൊന്നും തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതല്ല. പിന്നെ എന്തിനാവോ ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ പ്രചരണം ഏതുവരെ എത്തി എന്നതൊക്കെ ഒന്ന് കാണാൻ വന്നതാ. എന്റെ പ്രചരണത്തിൽ കള്ളത്തരമില്ല. ജയിച്ചു കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എനിക്ക് എത്രത്തോളം കഷ്ടപ്പാടുണ്ടായാലും എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഒരിക്കലും കഷ്ടപ്പാടുണ്ടാവില്ല. അത് ഞാൻ അവർക്ക് കൊടുക്കുന്ന വാക്കാം. ഇതൊക്കെ കാലത്ത് ആഹാരം കഴിക്കുന്ന സമയത്തേക്ക് മാത്രമേ ഉള്ളൂ ഗൗതമേ. ഉച്ചയ്ക്ക് വിശക്കുമ്പോഴേ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോകും ഈ ജനങ്ങള്. ഈ പറച്ചിലൊക്കെ നിർത്തിയിട്ട് ആദ്യം വള എറിയാൻ നോക്ക്. വല്യച്ഛൻ ജയിക്കോ ഇല്ലോ എന്നുള്ളത് അറിയാലോ. തോറ്റുപോയാ പിന്നെ ഈ വള നിങ്ങളുടെ മോനിടുവോ? ഏയ്, ആരാടാ അങ്ങനെ പറഞ്ഞത്? മുമ്പോട്ട് വന്ന് പറയാനുള്ള ധൈര്യമില്ല. പുറകിൽ നിന്ന് ആരാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? തൃശൂലത്തില് വളയമെറിഞ്ഞ് എത്ര ആഹാരം കഴിക്കാൻ പറ്റുമോ അത്രയും കഴിക്കേ. അത് ചരിഞ്ഞു നിന്നാൽ കുത്തി മുറിവേൽപ്പിക്കുമെന്നുള്ള കാര്യം ഓർമ്മ വെച്ചുകൊണ്ട് എന്റെ മകന്റെ മോതിര ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങളുടെ കൈക്ക് ദിവസവും സ്വർണ്ണ മോതിരം കിട്ടുന്നത് പോലെ നിങ്ങൾ സമ്പാദിക്കും. ഇത്രയും നാള് നിങ്ങൾ സമ്പാദിച്ചു എന്നല്ലാതെ ആരും മുന്നേറാനായിട്ട് സമ്മതിച്ചിട്ടില്ലല്ലോ. വീണ്ടും നിങ്ങളെ മോനെ തന്നെ ജയിപ്പിച്ച ആർക്കെങ്കിലും കളഞ്ഞു പോയ കാശ് പോലും എന്റെ കാശാണെന്ന് പറഞ്ഞിവിടെ ഒന്ന് നിൽക്കും. ഏയ്, എന്റെ മോനെ കള്ളനാക്കിയാണോ നീ സംസാരിക്കുന്നത്? നീ പോലീസ് ഉദ്യോഗസ്ഥയായതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് എന്റെ മകനെ ജയിലിലാക്കാൻ നോക്കിയാണോ? ജയിലെന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. ഇന്ന് ഞങ്ങളെ കോട്ടഗിരി ജയിലിലേക്ക് എക്സ്കർഷന് കൊണ്ടുവന്നുണ്ട്. എന്നോട് കൊണ്ടാക്കോ ഏട്ടാ? ശരി മോളെ, ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കും. ശരി ഏട്ടാ. ഞാനും വരാം ഏട്ടാ. പോവാ. ഈ കാര്യം ഉടൻ തന്നെ വരദരാജനെ അറിയിക്കണം.
വരദരാജ, വരദരാജ, എന്താ അമ്മ ഇവിടെ വരെ വന്നത്? നിന്നോട് സംസാരിക്കാനുണ്ട്, വന്നേ. നിങ്ങൾ ചെല്ല്. ശരി മുരളി. എന്താ അമ്മേ? ഗൗതം അവന്റെ സഹോദരിയും കൂട്ടി കോട്ടഗിരി ജയിലിലേക്ക് പോകുകയാണ്. പോകുന്നെങ്കിൽ പോകട്ടെ അമ്മേ, അതിലെന്താ ഉള്ളത്? പോകട്ടെ എന്ന് പറഞ്ഞ എങ്ങനെയാടാ? അവിടെയല്ലേ ആ സാവത്രി കിടക്കുന്നത്? അവിടെ വെച്ച് സാവത്രി അവരെങ്ങാനും കണ്ടാൽ വലിയ പ്രശ്നം ഉണ്ടാകും. പെട്ടെന്ന് ദേവന് ഫോൺ ചെയ്ത് അവരെ തടയാൻ പറ. അച്ഛനെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? എന്താ അച്ഛാ? ദേവ, നീ എവിടെയാ ഉള്ളത്? സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് നേരെ കോട്ടഗിരി ജയിലിലേക്ക് ചെല്ല്. എന്തിനാ അച്ഛാ? ആ ജയിലിലാണ് സാവിത്രി ഉള്ളത്. ഇത്രയും നാളിന് ശേഷം ഞാൻ എന്തിനാ അച്ഛാ അവരെ കാണാൻ പോകുന്നത്? ആ ഫോൺ എടാ, വെപ്രാളത്തിൽ നിന്റെ അച്ഛൻ എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല. ഗൗതമും ശിവാനിയും ദുർഗയും കൂട്ടിക്കൊണ്ട് സ്കൂൾ കുട്ടികളുമായി കോട്ടഗിരി ജയിലിലേക്ക് പോവുകയാണത്. അവിടെ പോയി സാവത്രി ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞാൽ അവനും അവന്റെ അമ്മയും ചേർന്ന് നിന്റെ അച്ഛനെ കൊന്നുകളിയുമടാ. സ്കൂളിലെ കുട്ടികൾക്കെതിരെ ജയില് കാണിച്ചു കൊടുക്കുന്നത്? അതൊക്കെ നീ അറിയുന്നത് എന്തിനാ? ആദ്യം നീ അങ്ങോട്ട് പോ. എടദേവ, ഇത് നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. ശരി മുത്തശ്ശി, ഇപ്പൊ തന്നെ പോവാം. പെട്ടെന്ന് പെട്ടെന്ന് പോ. ദാ. അമ്മേ, ഞാൻ നോക്കിക്കോളാം. അമ്മ വീട്ടിലേക്ക് പോ. ശിവാനിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. അവരുടെ അമ്മ സാവിത്രിയെ കാണാൻ അനുവദിക്കരുത്. അവിടെ ഉള്ള ആരെങ്കിലും വിളിച്ചാൽ സംശയം തോന്നും. അതുകൊണ്ട് പെട്ടെന്ന് പോയേ പറ്റൂ. അവരുടെ അമ്മയെ കാണാതെ എങ്ങനെയും തടഞ്ഞേ മതിയാവും. ഹലോ ബ്രദർ, എവിടെയാ നീ? ഒരു ജോലിയായിട്ട് ഞാൻ പുറത്തോട്ട് പോവാ. എവിടെ ജോലി? എന്ത് ജോലി? സ്റ്റുഡൻസിന് കോട്ടഗിരി സ്കൂളിൽ ഇന്ന് എക്സ്കർഷൻ ഉണ്ട്. കുട്ടികളെല്ലാം ടീച്ചേഴ്സിന്റെ കൂടെ കോട്ടഗിരി ജയിലിലേക്ക് പോവാണ്. ഞാനും ഒന്ന് പോയിട്ട് വരാം. നീ പോലീസ് ഓഫീസറായിട്ടാണോ ജോലി ചെയ്യുന്നത് അതോ സ്കൂൾ ടീച്ചറായിട്ടാണോ ജോലി ചെയ്യുന്നത്? പോലീസ് ഓഫീസറായിട്ട് തന്നെയാ. ഒരു പോലീസ് ഓഫീസറായിട്ട് ഞാൻ കൂടെ നിന്ന് കുട്ടികൾക്ക് വഴികാട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇത്രയും ഇമ്പോർട്ടന്റ് ജോലി വെച്ചിട്ട് നീ കുട്ടികളോട് കറങ്ങി നടക്കുകയാണോ? എന്തൊക്കെയാണെങ്കിലും ശരി, നീ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. സോറി ബ്രദർ, എനിക്ക് ശരീരസുഖമില്ല. എനിക്ക് ഇപ്പോഴായിട്ടൊരു തലവേദന വന്നു ഈ ഫോണ് വഴി. ബൈ. സിക്ക് ലീവ് എടുത്തിരിക്കുകയാണെന്ന് കരുതിയാൽ മതി. ശിവാനി, ശിവാനി, എന്തു പറ്റി? അതൊക്കെ എന്നത്തെയും പോലെ തന്നെയാ. ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റൂ.